ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ 5 ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5. തിരുവനന്തപുരം. അതിപുരാതനമായ ഒരു ക്ഷേത്ര നഗരമാണ് തിരുവനന്തപുരം. ഭാരതവർഷത്തിലെ പ്രശസ്തമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 13 ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവയിൽ ഏറ്റവും കീർത്തികേട്ട ഒന്നാണ് അനന്തപുരം. തിരുവനന്തപുരം എന്നത് ആദ്യകാല ക്ഷേത്രത്തെയും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള സ്ഥലങ്ങളെയും മാത്രം കുറിക്കുന്നതായിരുന്നു. തിരുവനന്തപുരം രാജധാനിയായത് ധർമ്മരാജാവിന്റെ കാലത്താണ്. ഭാരതത്തിലെ പ്രാചീനങ്ങളായ കുറഞ്ഞത് 1000 വർഷമെങ്കിലും പഴക്കമുള്ള പുണ്യനഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. 4. പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നൊരു പ്രത്യേകത പാലക്കാടിനുണ്ട്. സ്ത്രീ തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഇതാണ്. കേരളത്തിന്റെ നെല്ലറ എന്നും അറിയപ്പെടുന്നു. കേരളത്തിന്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം പാലക്കാടിനുണ്ട്. ചെറുതും വലുതുമായ നിരവധി അമ്പലങ്ങളാലും കാവുകളാലും പ്രസിദ്ധമാണ് പാലക്കാട്. ജില്ല മുഴുവൻ ഭാരതപ്പുഴയുടെ നദീതട പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. 3. വയനാട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മനോഹരമായ പർവ്വത പീഠഭൂമിയിലാണ് വയനാട് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി രമണീയമായ വന്യജീവികളും പരമ്പരാഗത കാര്യങ്ങളും ലാളിത്യവും ഒരു പുണ്യമാണ് ഇവിടെ. പർവ്വത ചക്രവാളത്തിൽ നിന്നും ആകർഷകമായ സസ്യജാലങ്ങളുടെ പച്ചനിറത്തിൽ നിന്നും സൗന്ദര്യം ഇപ്പോഴും പൂക്കുന്ന ശാന്തമായ സ്ഥലമാണിത്. പച്ചപ്പുള്ള പറുദീസ, ശുദ്ധവും പ്രാകൃതവും മോഹിപ്പിക്കുന്നതുമായ ഹിപ്നോട്ടിസ് ചെയ്യുന്നതുമായ ഈ നാടിന് ചരിത്രവും നിഗൂഢതയും സാംസ്കാരികവും സാമൂഹിക ജ്ഞാനശാസ്ത്രവും ഇനിയും കണ്ടെത്താനുണ്ട്. വയലുകളുടെ ഗ്രാമമായ വയൽനാട് എന്ന പ്രയോഗത്തിൽ നിന്ന് വയനാട് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. 2. ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ് ഇടുക്കി. വൈദ്യുതോൽപാദനത്തിന് പേരുകേട്ട ജില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ട് ഇവിടെയാണ്. വിനോദസഞ്ചാര മേഖലയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. പീരുമേട്, വാഗമൺ, കാൽവരി മൗണ്ട് എന്നിവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. മൂന്നാർ, ഇടുക്കി, തേക്കടി പ്രധാന കേന്ദ്രങ്ങളെ വിനോദസഞ്ചാരത്തിന്റെ സുവർണ ത്രികോണം എന്നാണ് വിളിക്കുന്നത്. 1. ആലപ്പുഴ. ഇന്ന് ആലപ്പുഴ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ജലപാതകൾക്കും കായലുകൾക്കും പേരുകേട്ട നഗരം. ചരിത്രപരമായ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന ചെറിയ കനാലുകൾക്ക് കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഓണക്കാലത്തെ വാർഷിക നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രാഥമിക ആക്സസ് പോയിന്റുകളിൽ ഒന്നായി ഇത് ഒരു പങ്കുവഹിക്കുന്നു. ആലപ്പുഴ കയർ നിർമ്മാണത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണിത്. കൂടാതെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കയർ വ്യവസായം ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.